ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 8086 പ്രോഗ്രാമാണ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഈവൻ ആൻഡ് ഓഡ് നമ്പേഴ്സ് ഗിവൺ എ സെറ്റ് ഓഫ് നമ്പേഴ്സ്. നമുക്കൊരു കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഓഡും ഈവൻ നമ്പേഴ്സിൻ്റെ കൗണ്ട് എടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് 8086 പ്രോഗ്രാം എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രോഗ്രാമുകൾ എഴുതുന്നത് സെഗ്മെൻ്റ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമുക്കൊരു പ്രോഗ്രാം എഴുതണമെങ്കിൽ മിനിമം വേരിയബിൾ ഡിക്ലറേഷൻ പാർട്ട്, അതിനെ നമുക്ക് ഡാറ്റ സെഗ്മെൻ്റ് എന്നുള്ളൊരു പേര് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സെഗ്മെൻറ്റുകൾക്ക് ലോജിക്കൽ സെഗ്മെൻറ്റുകളായിട്ടാണ് പ്രോഗ്രാം എഴുതുന്നത്. ഇനി നമുക്ക് കോഡ് എഴുതുന്ന അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതുന്ന സെഗ്മെൻറ്റിനെ ഞാൻ കോഡ് എന്നുള്ളൊരു പേര് ഇടാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഈ സെഗ്മെൻ്റ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ലോജിക്കൽ സെഗ്മെൻറ്റുകളെയും ഡിഫൈൻ ചെയ്യുന്നത്. ആ സെഗ്മെൻറ്റിൻ്റെ അവസാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻഡ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ എൻഡ് എസ് ഡയറക്റ്റീവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൻ്റെ പേര് നമ്മൾ ആദ്യം എഴുതണം. അപ്പം ഞാൻ എൻ്റെ വേരിയബിൾ ഡിക്ലറേഷൻ നടത്തുന്ന ആ സെഗ്മെൻറ്റിനെ ഡേറ്റ എന്ന പേര് കൊടുക്കുന്നതെങ്കിൽ ഡേറ്റ സെഗ്മെൻറ്റ്, ആ സെഗ്മെൻറ്റ് അവസാനിക്കുമ്പം ഡേറ്റ ആ നെയും എൻഡസ് ഇങ്ങനെ കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ സെഗ്മെൻറ്റുകളായിട്ടാണ് പ്രോഗ്രാം എഴുതുന്നത്, അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അതേപോലെ ഞാൻ പ്രോഗ്രാം എഴുതുന്ന സെഗ്മെൻറ്റിനെ ഞാൻ കോഡ് സെഗ്മെൻറ്റ് കോഡ് എൻഡസ് ഇങ്ങനെയായിരിക്കും ഞാൻ കൊടുക്കുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാമിലോട്ട് വരാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അസ്യൂം ഡയറക്റ്റീവാണ്. അസ്യൂം ഡയറക്റ്റീവ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് മെയിൻലി 2 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഡേറ്റ സെഗ്മെൻറ്റും കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിലോട്ട് പറയുകയാണ് എൻ്റെ സെഗ്മെൻറ്റുകളുടെ പേരുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ഇനിഷ്യലൈസ് ചെയ്യുകയാണ് ഈ അസ്യൂം ഡയറക്റ്റീവ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ പ്രോഗ്രാം എഴുതുന്ന സെഗ്മെൻറ്റിൻ്റെ പേര് കോഡെന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വേരിയബിൾ ഡിക്ലറേഷൻ സെഗ്മെൻറ്റ്, ദാറ്റ് ഈസ് ഡേറ്റ എന്നാണ് ആ സെഗ്മെൻറ്റിൻ്റെ പേര്. അതാണ് അസ്യൂം ഡയറക്റ്റീവ് വെച്ച് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഞാൻ 1 by 1 എൻ്റെ സെഗ്മെൻറ്റുകൾ ഡിഫൈൻ ചെയ്യുകയാണ്. ആദ്യം ഞാൻ എൻ്റെ വേരിയബിൾ ഡിക്ലറേഷൻ സെഗ്മെൻറ്റിൻ്റെ പേര് ഡേറ്റ എന്ന് കൊടുത്തു, സെഗ്മെൻറ്റ് അസംബ്ലർ ഡയറക്റ്റീവ് കൊടുത്തു. അതേപോലെ ആ സെഗ്മെൻറ്റ് അവസാനം ഡേറ്റ എൻഡസ്. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു 2 വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതൊരു വേർഡ് വേരിയബിളാണ്, ഡിഫൈൻ വേർഡാണ്. അപ്പം ഡിഫൈൻ വേർഡ് ആകുമ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 6 വേർഡുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വേർഡ് 2357, അടുത്ത വേർഡ് 4579, അടുത്തത് C322, ഓക്കെ, C91E, C0. ഈ 0 ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ 0യിൽ സ്റ്റാർട്ട് ചെയ്തല്ല നമ്മൾ 0 ഇടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് 4 നമ്പേഴ്സ് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ വേർഡ് ആയതുകൊണ്ട് നമുക്ക് ഹെക്സാഡെസിമലിൽ 4 നമ്പേഴ്സാണ് കൊടുക്കേണ്ടത്. കാരണം വേർഡിന് 2 ബൈറ്റാണ് എടുക്കുന്നത്. 2 ബൈറ്റാണ് എടുക്കുന്നത്. 2 ബൈറ്റിൽ നമുക്ക് 4 ഹെക്സ് ഡിജിറ്റാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ലിസ്റ്റിനകത്ത് ഡിഫൈൻ ചെയ്ത വേർഡുകൾ 2357, 4579, C3225, C91EH, C00H, 0957H, ഇത്രയും വേർഡുകൾ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിൽ ഞാൻ വാല്യൂ 6 ആയിട്ട് കൊടുത്തു. കൗണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? 6 ആയിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ സെഗ്മെൻറ്റ് അവസാനിപ്പിച്ചു. ഇനി ഞാൻ എൻ്റെ പ്രോഗ്രാം എഴുതുന്ന സെഗ്മെൻറ്റിൻ്റെ പേര് കോഡ് സെഗ്മെൻറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഈ കോഡ് സെഗ്മെൻറ്റിനുള്ളിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് അസംബ്ലർ ഡയറക്റ്റീവ് കൊടുത്തു. ഇനി ഈ പ്രോഗ്രാം എഴുതുന്ന സെഗ്മെൻറ്റിൽ ഈ ഡാറ്റ സെഗ്മെൻറ്റിലുള്ള വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്ററിനകത്ത് ഈ ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഒരു മെമ്മറി അഡ്രസ്സ് ആണല്ലോ, അത് ഡയറക്റ്റ് ഒരു സെഗ്മെൻറ്റ് രജിസ്റ്ററിലോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഡേറ്റ എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റ് അഡ്രസ്സ് ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഞാൻ മൂവ് DS AX എന്ന് പറയുന്ന സെഗ്മെൻറ്റ് രജിസ്റ്ററിലോട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി എനിക്ക് ഓടും ഈവനും നമ്പേഴ്സ് അല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ CL കൗണ്ട് രജിസ്റ്ററിലോട്ട് ആ കൗണ്ട് എന്ന് പറഞ്ഞാൽ 6 നമ്പേഴ്സാണ്, 6 അസൈൻ ചെയ്തു. ഇനി ഞാൻ മൂവ് SI ഓഫ്സെറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI എന്ന് പറയുന്ന ഇൻഡെക്സ് രജിസ്റ്റർ, ലിസ്റ്റ് എന്ന് പറയുന്ന ഈ വേർഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ്സെറ്റിലോട്ട്, ദാറ്റ് ഈ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിലോട്ട് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം നമുക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മതി, LEA ലോഡ് ഇഫക്റ്റീവ് അഡ്രസ് SI, ലിസ്റ്റ് എന്ന് കൊടുത്താലും മതി. LEA SI, ലിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ SI ഈ ലിസ്റ്റ് എന്ന് പറയുന്ന ഈ വേർഡ് ഡെഫിനിഷൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് പോയിന്റ് ചെയ്യും. അല്ലെങ്കിൽ മൂവ് SI ഓഫ്സെറ്റ് ലിസ്റ്റ് എന്ന് കൊടുത്താലും SI ഇപ്പോൾ എവിടെ പോയിന്റ് ചെയ്യുന്നത്? ഈ ലിസ്റ്റ് എന്ന് പറയുന്ന ഈ വേർഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ 6 വേർഡ്, അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു? AXലോട്ട് മൂവ് AX, കണ്ടന്റ് ഓഫ് X, ദാറ്റ് ഈസ് AXലോട്ട് ഫസ്റ്റ് നമ്പർ, സ്റ്റാർട്ടിങ്ങിലുള്ള ഫസ്റ്റ് നമ്പർ ഏതാ? 2357 എന്ന് പറയുന്ന വേർഡ് ഞാൻ AXലോട്ട് എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തു? അതിന് ഒരു ബിറ്റ് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്തു. ROR AX, 1.
ROR ഇൻസ്ട്രക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഓരോ ബിറ്റും ക്യാരി ഫ്ലാഗ് വഴിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഒരു ബിറ്റ് റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നമ്പർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ എന്തായാലും അതിൻ്റെ റൈറ്റ് മോസ്റ്റ് ബിറ്റ് ഒരിക്കലും 1 വരുത്തില്ല. ഓക്കെ, ഉദാഹരണമായിട്ട് ഇപ്പോൾ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി നമ്മൾ എഴുതുന്ന 011 ആണ്. അപ്പോൾ ഈ റൈറ്റ് മോസ്റ്റ് ബിറ്റ് ഇവിടെ 1 ആണ്. അതേസമയം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 7ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷനാണ്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്തുവാ 0100. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് മോസ്റ്റ് ബിറ്റ് 0 ആണ്. ഓക്കെ, അപ്പം ഞാൻ റൊട്ടേറ്റ് റൈറ്റ് AX, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AXലെ കണ്ടന്റ് ഒരു ബിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആ സാധനം എവിടോട്ട് പോയി റിഫ്ലക്റ്റ് ചെയ്യും? ക്യാരി ഫ്ലാഗിലോട്ട് പോകും. അപ്പം എൻ്റെ നമ്പർ ഓഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ റൈറ്റ് മോസ്റ്റിൽ കിടക്കുന്ന ബിറ്റ് 1 ആയിരിക്കും. ആ 1 ആയിരിക്കും ക്യാരി ഫ്ലാഗിൽ വരുന്നത്. ദാറ്റ് ഈസ് ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും. അതേസമയം എൻ്റെ നമ്പർ ഈവൻ ആണെങ്കിൽ ഞാൻ റൊട്ടേറ്റ് റൈറ്റ് എന്ന് കൊടുക്കുമ്പോൾ ക്യാരി ഫ്ലാഗ് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം എഴുതിയേക്കുന്നത്. അപ്പം ജമ്പ് ക്യാരി ആണെങ്കിൽ നമുക്കറിയാം ഉറപ്പായിട്ടും നമ്മൾ റീഡ് ചെയ്ത AX കിടക്കുന്ന ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പറാണ്. അപ്പം ഞാൻ ജമ്പ് ക്യാരി ഉണ്ടെങ്കിൽ ഓഡ് എന്ന് പറയുന്ന ഒരു ലേബലിലോട്ട് വരിക. ഇവിടെ വന്നിട്ട് ഞാൻ ഈ DX ഓഡ് കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ എടുത്ത് വെച്ചു. DXൻ്റെ കൗണ്ട് എന്ത് ചെയ്തു? ഒന്ന് കൂട്ടി. ഓക്കെ, DX എന്തായി? DX+1. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇനിഷ്യലി മൂവ് DX, 00 എന്ന് കൊടുത്തിട്ട് DX ക്ലിയർ ചെയ്ത് വെച്ചാൽ കറക്റ്റായിട്ട് DXൻ്റെ വാല്യൂ 1 ആവും ഉറപ്പായിട്ടും. ഇനി ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അഥവാ ഇവിടെ വെച്ചിട്ട് റൊട്ടേറ്റ് റൈറ്റ് AX, 1 ജമ്പ് ക്യാരി അല്ല എങ്കിൽ തൊട്ട് താഴെയുള്ള ഈ INCയിലോട്ട് വരത്തില്ലേ? അതിൻ്റെ ഇൻഡിക്കേഷൻ എന്താ? ക്യാരി അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? BX കൗണ്ട് കൂട്ടും. ദാറ്റ് ഈസ് BXൻ്റെ കൗണ്ട് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈവൻ നമ്പറാണ് അല്ലേ? ക്യാരി ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ അല്ലേ വരുന്നത്? വരുവാണെങ്കിൽ ആ നമ്പർ ഈവൻ ആണ്. അങ്ങനെയാണെങ്കിൽ BX കൗണ്ട് കൂട്ടി. ക്ലിയർ ആണോ? ഇത് ഈവൻ കൗണ്ടാണ്. ക്യാരി ഇല്ലാത്തപ്പം BX കൂടും, ക്യാരി ഉള്ളപ്പോൾ DX കൂടും. ക്യാരി ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ നമ്പർ ഓഡാണ്, ക്യാരി ഇല്ലെങ്കിൽ ആ നമ്പർ ഈവൻ ആണ്. ഓക്കെ, എന്നിട്ട് ജമ്പ് നെക്സ്റ്റിലോട്ട് വന്ന് SI 2 ഇൻക്രിമെൻറ്റ് ചെയ്തു. SI 2 ഇൻക്രിമെൻറ്റ് ചെയ്യാൻ നമ്മുടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വേർഡായിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. 8086ൽ ഒരു വേർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 ബൈറ്റാണ്. അപ്പം നമുക്കിവിടെ അടുത്ത നമ്പർ ദാറ്റ് ഈസ് A5479 എന്ന് പറയുന്ന അടുത്ത നമ്പർ ഓടാണോ ഈവൻ ആണോ ചെക്ക് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ SIയുടെ അഡ്രസ്സ് 2 ബൈറ്റ് കൂട്ടിയാലേ ശരിയാവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 2 ബൈറ്റ് കൂട്ടിയത്. ഇനി നമ്മൾ ഒരു നമ്പർ നമ്മൾ ഹാൻഡിൽ ചെയ്തല്ലോ, അതുകൊണ്ട് നമ്മുടെ കൗണ്ടർ ഒന്ന് കുറച്ചു. കാരണം നമ്മളിപ്പോൾ ഒരു നമ്പർ ഓടാണോ ഈവൻ ആണോ എന്ന് നോക്കിക്കഴിഞ്ഞു. ഇനി കൗണ്ട് കുറച്ചു, ഇനി 5 നമ്പേഴ്സേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ജമ്പ് നോട്ട് 0, കൗണ്ട് 0 ആകുമ്പോൾ 0 ഫ്ലാഗ് സെറ്റ് ആവും. ഓക്കെ, CL രജിസ്റ്റർ 0 ആകുമ്പോൾ 0 ഫ്ലാഗ്. ജമ്പ് നോട്ട് 0 ആണെങ്കിൽ നമ്മൾ എവിടോട്ട് വരുന്നു? എഗെയിനിലോട്ട് വരുന്നു. ദാറ്റ് ഈസ് 0 വരുന്നു. വീണ്ടും അടുത്ത നമ്പർ എടുക്കുന്നു. അടുത്ത നമ്പർ എടുത്തിട്ട് അതിൻ്റെ റൈറ്റ് മോസ്റ്റ് ബിറ്റ് 1 ആണോ എന്ന് നോക്കുന്നു. 1 ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് മോസ്റ്റ് ബിറ്റ് ROR വഴി ഒരു ബിറ്റ് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് മോസ്റ്റ് ബിറ്റ് ക്യാരി ഫ്ലാഗിലോട്ട് പോകും. ഓഡ് ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും, ഈവൻ ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് ക്ലിയർ ആവും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ നമുക്ക് ഓടാണോ ഈവൻ ആണോ എന്നറിയാം. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിവിടെ മൂവ് ഏജ് 4CH × 21H എന്ന് പറയുന്നത് നമ്മൾ ഡോസ് പ്രോംപ്റ്റിലോട്ട് തിരിച്ച് പ്രോഗ്രാം റിട്ടേൺ ചെയ്യാനാണ്. അല്ലെങ്കിൽ നമ്മൾ കിറ്റിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഹോൾട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫെച്ചിങ് ആൻഡ് എക്സിക്യൂട്ടിങ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ ഹോൾട്ട് എഴുതത്തില്ലേ? അതുപോലെ മാസത്തിൽ നമുക്ക് തിരിച്ച് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിലോട്ട് തിരിച്ച് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോഡ് എഴുതിയേ പറ്റൂ. ഈ കോഡ് എന്താണെന്ന് വെച്ചാൽ × 21H എന്ന് പറയുന്ന ഇൻട്രപ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏജിലെ കണ്ടന്റ് നോക്കും. ഏജിലെ കണ്ടന്റ് 4CH ആണെങ്കിൽ അവിടുത്തെ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ എന്താ എഴുതി വെച്ചേക്കുന്നത് അറിയോ? ഡോസ് പ്രോംപ്റ്റിലോട്ട് റിട്ടേൺ ചെയ്യാനുള്ള റുട്ടീനാണ് എഴുതിയേക്കുന്നത്. ഇനി നമ്മൾ ഈ സെഗ്മെന്റിന്റെ പ്രോഗ്രാം തീർന്നു. അപ്പോൾ കോഡ് എൻഡസ്, സെഗ്മെന്റ് നെയിം എൻഡസ്, സെഗ്മെന്റ് നെയിം എൻഡസ്. ഇനി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ, അതേപോലെ നമ്മൾ പ്രോഗ്രാമിനെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡ് അസംബ്ലർ ഡയറക്റ്റീവ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തേണ്ട അഡ്രസ്സ് ഈ സ്റ്റാർട്ട് മുതലാണ്, ദാറ്റ് ഈസ് ഇവിടെ മുതലാണ് നമുക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ഓഡ് ആൻഡ് ഈവൻ നമ്പേഴ്സിൻ്റെ പ്രോഗ്രാം. ഇത്